തേക്കടി തേക്കടിയിൽ പെരിയാറിലേക്ക് കാണാൻ പോയാലോ? അവിടേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. 75 രൂപയാണ് ടിക്കറ്റിന്. 45 എൻട്രൻസ് ഫീസ്, 30 ബസ് ടിക്കറ്റ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നമുക്ക് ബോട്ടിംഗ് പോയിന്റിലേക്ക് എത്താൻ പറ്റുക. പെരിയാർ നാഷണൽ പാർക്ക് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് ഈ പെരിയാർ ലേക്ക് തേക്കടി ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടെ എത്തിയവിടെ കണ്ടത് ഒരു കുരങ്ങനും ചെറിയ കുട്ടിയും ഫാമിലിയായിട്ട് അടികൂടുന്നതാണ്. അവിടെയൊക്കെ ഫോട്ടോ ഒക്കെ പോസ് ചെയ്ത് നിൽക്കുകയാണ്. ഇതാണ് പെരിയാർ ലേക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇവിടെ വന്നാൽ നമുക്ക് 1.5 മണിക്കൂർ ബോട്ട് സഫാരി നടത്താം. അതിന് പ്രത്യേക കാശ് കൊടുക്കണം. ഒരാൾക്ക് 255 രൂപയാണ്. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ തന്നെയുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് പെരിയാറിലേക്ക് വളരെ മനോഹരമായി കാണാൻ പറ്റും. ഇത് ബോട്ടിൽ കയറാൻ വരുന്നവർക്ക് വേണ്ടി വിശ്രമിക്കാനുള്ള സ്ഥലമാണ്. ബോട്ടിംഗ് സഫാരി 2 മണിക്കൂർ ഇടവിട്ടിട്ടാണ്. അതിനുവേണ്ടി നിർമ്മിച്ചതാണ് ഈ സ്ഥലം. ഇതിൽ കൂടിയാണ് നമുക്ക് ബോട്ടിങ്ങിന് പോകേണ്ടത്. ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായതാണ് ഈ തടാകം. ഇവിടെ എത്തി നമുക്ക് ബോട്ടിംഗ് ഉണ്ട്, പിന്നെ ബാംബു റാഫ്റ്റിംഗ് ഉണ്ട്, പിന്നെ ജീപ്പ് സവാരി ഉണ്ട്. ബാംബു റാഫ്റ്റിങ്ങിനും ജീപ്പ് സഫാരിക്കും എത്ര റേറ്റാണെന്ന് നമുക്കറിയില്ല. ഞാൻ ഇവിടെ എത്തുമ്പോൾ 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനൊന്നും പോകേണ്ട സമയം ഉണ്ടായില്ല. ഞാൻ നേരെ വന്നു ബോട്ടിങ്ങിന് വേണ്ട ടിക്കറ്റാണ് എടുത്തത്. ഇപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. 3:30ക്കാണ് ലാസ്റ്റ് ബോട്ടിൻ്റെ സമയം. ഇവിടെ നിന്നാൽ തന്നെ കാട്ടാനയും കാട്ടുപോത്തിനെയൊക്കെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ ബോട്ട് സഫാരി ചെയ്താൽ പോകുന്ന വഴിക്കൊക്കെ കാണാൻ പറ്റും വൈൽഡ് ലൈഫിനെ. ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ്. ഈ തേക്കടി ലേക്ക് അഥവാ പെരിയാർ ലേക്ക് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. ഇടുക്കിയിലെ കുമിളി എന്ന സ്ഥലത്താണ് ഈ പെരിയാർ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം ഭാഗത്തുനിന്ന് വരുന്നവർക്ക് കുട്ടിക്കാനം വഴി കുമിളിയിലെത്താം. എറണാകുളം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കട്ടപ്പന വഴി കുമിളിയിലെത്താം. ഈ കുമിളി എന്ന സ്ഥലം തമിഴ്നാട് കേരള ബോർഡറാണ്. ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് അമ്പത്തേക്ക് 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് വാഗമണിലേക്ക് 46 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് മൂന്നാറിലേക്ക് 94 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് 40 കിലോമീറ്റർ പോയാൽ ഗവിയിലെത്താം. ഇവിടുന്ന് തമിഴ്നാട്ടിലെ തേനിയിലേക്ക് 64 കിലോമീറ്റർ സഞ്ചരിക്കണം. മുല്ലപ്പെരിയാർ ഡാമിലേക്ക് 27 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തേനി റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് 62 കിലോമീറ്റർ പോകണം. കേരളത്തിലെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കോട്ടയമാണ്. 114 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്താം. നിയറസ്റ്റ് എയർപോർട്ട് മധുരൈ എയർപോർട്ടാണ്. 114 കിലോമീറ്റർ പോകണം. പിന്നെ കൊച്ചിൻ എയർപോർട്ടിലേക്ക് 145 കിലോമീറ്റർ പോകണം. ഇപ്പോൾ തേക്കടി വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ്. ഇപ്പോൾ നല്ല തണുപ്പാണ് ഇവിടെയൊക്കെ. നിങ്ങൾക്കെൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഒന്ന്
ഷെയർ ചെയ്യുക. താങ്ക് യു.